ഇന്ന് ജനുവരി 17. 1946 ജനുവരി 17-നാണ് UN രക്ഷാസമിതിയുടെ ആദ്യ സമ്മേളനം ചേർന്നത്. ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്ററിലുള്ള ചർച്ച് ഹൗസിലായിരുന്നു സമ്മേളനം. ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ രൂപം കൊടുത്ത 6 പ്രധാന വിഭാഗങ്ങളിൽ ഏറ്റവും ശക്തവും സുപ്രധാനവുമായതാണ് രക്ഷാസമിതി. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള പ്രാഥമിക ഉത്തരവാദിത്തം ഈ സമിതിയുടേതാണ്. ചൈന, ഫ്രാൻസ്, റഷ്യ, US, ബ്രിട്ടൻ എന്നീ 5 സ്ഥിര അംഗങ്ങൾ അടക്കം 15 അംഗരാജ്യങ്ങളാണ് രക്ഷാസമിതിയിലുള്ളത്. 10 അംഗരാജ്യങ്ങളെ 2 വർഷത്തേക്ക് വീതം തിരഞ്ഞെടുക്കുന്നു. സമാധാനത്തിന് ഭീഷണിയുണ്ടാകുന്ന ഏത് സമയത്തും യോഗം ചേരാനായി കൗൺസിലിന്റെ ഒരു പ്രതിനിധി UN ആസ്ഥാനത്ത് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് ചട്ടം. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമിയായ കണ്ണൂർ ഏഴിമലയിലെ ഇന്ത്യൻ നാവിക അക്കാദമിക്ക് തറക്കല്ലിട്ടത് 1987 ജനുവരി 17-നാണ്. ഏഴിമലയിൽ അക്കാദമി തുടങ്ങുവാനുള്ള നാവികസേനയുടെ നിർദ്ദേശം 1982 കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയാണ് ശിലാസ്ഥാപനം നടത്തിയത്. നിർമ്മാണം പൂർത്തിയായ അക്കാദമിയുടെ ഉദ്ഘാടനം 2009 ജനുവരി 8-ന് അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് നിർവഹിച്ചത്. വിദ്യയിലൂടെ അനശ്വരനാവുക എന്നതാണ് അക്കാദമിയുടെ ആപ്തവാക്യം. 2452 ഏക്കറോളം വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന അക്കാദമിയുടെ നിർമ്മാണ ചെലവ് 720 കോടി രൂപയിലേറെയാണ്. പ്രധാനമന്ത്രി AB വാജ്പേയി കായംകുളം താപനിലയം രാഷ്ട്രത്തിന് സമർപ്പിച്ചത് 1999 ജനുവരി 17-നായിരുന്നു. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു താപവൈദ്യുത നിലയമാണ് കായംകുളം താപനിലയം. 350 മെഗാവാട്ട് ശേഷിയുള്ള ഈ താപനിലയം നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെയും ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിന്റെയും ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെയും കൂട്ടായ സംരംഭമായിരുന്നു. ദി രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് എന്ന പേരിട്ട പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 115 മെഗാവാട്ട് യൂണിറ്റാണ് പ്രവർത്തനക്ഷമമായത്. നവീകരിച്ച നാഫ്ത ഉപയോഗിച്ചാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. നാഫ്തയുടെയും വൈദ്യുതിയുടെയും വില വർധന കാരണം 2021 മാർച്ച് 31-ന് കായംകുളം താപവൈദ്യുത നിലയം അനിശ്ചിതമായി അടച്ചു.